അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വഴിപാടുകളിലെയും സംഭാവനകളിലെയും ക്രമക്കേടുകൾ അന്വേഷിക്കാൻ യു.പി. സർക്കാർ SIT അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപണം. ക്ഷേത്രത്തിലെ പൂജാരി ദിനേശ് പലഹരി മഹാരാജും ക്ഷേത്ര മാനേജ്മെന്റും ഉന്നയിക്കുന്ന ആരോപണങ്ങളാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ക്ഷേത്രത്തിന് ലഭിക്കുന്ന സംഭാവനകൾ, സ്വർണം, വെള്ളി, ആഭരണങ്ങൾ, ശ്രീകൃഷ്ണന് 56 വിഭവങ്ങൾ, പരമ്പരാഗതമായി സമർപ്പിക്കുന്ന ഛപ്പൻ ഭോഗ് പോലുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വരുമാനം എന്നിവയിൽ സുതാര്യതയില്ലെന്നാണ് പൂജാരി ദിനേശ് മഹാരാജ് ആരോപിക്കുന്നത്. അയോധ്യയിലെ സംഭാവന വിവാദവുമായി സമാനതകൾ ഉള്ളതോടെ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പൂജാരി ആവശ്യപ്പെടുന്നത്. എന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ പൂജാരിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ക്ഷേത്ര മാനേജ്മെന്റ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചു. ഭക്തർ നൽകുന്ന സംഭാവനകളും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വതന്ത്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് പൂജാരി ആവശ്യപ്പെടുന്നത്. ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംസ്ഥാനിന്റെ സെക്രട്ടറി കപിൽ ശർമ്മ 1000 കോടി രൂപയുടെ സ്വത്തുക്കൾ സമ്പാദിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ക്ഷേത്ര ട്രസ്റ്റ് ഔദ്യോഗിക പരിശോധനയ്ക്ക് തയ്യാറാണെന്നും കപിൽ ശർമ്മ അറിയിച്ചു. ജൂൺ 20 മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ശർമ്മ ആരോപണങ്ങൾ നിഷേധിക്കുകയും സംസ്ഥാന സർക്കാരിനോട് വിഷയം അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വഴിപാടിനായി ലഭിച്ച പണവും സ്വർണ്ണാഭരണങ്ങളും വകമാറ്റിയെന്ന പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെ ക്ഷേത്രത്തിലെ സംഭാവന റെക്കോർഡുകളിൽ നിന്ന് 60 കിലോഗ്രാം വെള്ളിക്കട്ടികൾ കാണാതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാമലല്ലയ്ക്ക് വഴിപാടായി ലഭിച്ച വെള്ളിക്കട്ടികളാണ് കാണാതായത്. കഴിഞ്ഞ 6 ദിവസമായി വെള്ളിക്കട്ടകളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അനുബന്ധ രേഖകളെക്കുറിച്ചും SIT അന്വേഷണം നടത്തിവരികയാണെങ്കിലും ഇവ എവിടെയാണെന്നതിനെക്കുറിച്ചോ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങളൊന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വെള്ളിക്കട്ടകൾ കൈപ്പറ്റിയതിനെക്കുറിച്ചോ സൂക്ഷിച്ചതിനെക്കുറിച്ചോ ഉപയോഗിച്ചതിനെക്കുറിച്ചോ ഉള്ള ഔദ്യോഗിക രേഖകൾ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വെള്ളി സംഭാവന ചെയ്ത ജ്വല്ലേഴ്സ് അസോസിയേഷൻ തങ്ങളുടെ പക്കൽ വെള്ളിക്കട്ടകൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയതിന്റെ കൃത്യമായ രസീതുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള സ്വർണ്ണ വെള്ളി വ്യാപാരികളിൽ നിന്ന് സംഭാവനകൾ ശേഖരിച്ചാണ് ഈ 60 കിലോ വെള്ളിക്കട്ടകൾ തയ്യാറാക്കി ക്ഷേത്രത്തിലേക്ക് നൽകിയതെന്ന് ജ്വല്ലേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. തറക്കല്ലിടൽ ചടങ്ങുകളിലോ അതിനുശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഈ വെള്ളിക്കട്ടകൾ കണ്ടിരുന്നില്ലെന്നും പിന്നീട് ഇത് കാണാതാവുകയായിരുന്നു എന്നുമാണ് വ്യക്തമാക്കുന്നത്. കാണാതായ വെള്ളിക്കട്ടകൾ നിലവിൽ എവിടെയാണെന്നും ഇവ ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും കണ്ടെത്താനാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ 4 പൂജാരിമാരെ SIT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ രാമലല്ലയ്ക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ സൂക്ഷിപ്പുകാരനായ രാംശങ്കർ യാദവ് എന്ന ടിന്നു, കൃഷ്ണദേവ് തിവാരി എന്നിവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ വെള്ളിക്കട്ടികളെ കുറിച്ചോ നേരത്തെ കാണാതായ നെക്ലേസിനെ കുറിച്ചോ മെതിയടിയെ കുറിച്ചോ അറിയില്ലെന്നാണ് സംഭാവനകളുടെ മേൽനോട്ട ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരിയുടെ വാദം. എന്നാൽ സംഭാവന തട്ടിപ്പ് രാഷ്ട്രീയ ആയുധമാക്കാനാണ് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നീക്കം. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിവാദത്തിൽ UP രാഷ്ട്രീയം തിളച്ചുമറിയുന്നത് BJPയും RSSനെയും പ്രതിരോധത്തിലാക്കി. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഫണ്ട് തിരിമറി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ ട്രസ്റ്റിന്റെ ഭാരവാഹികളോടും ക്ഷേത്ര ഭാരവാഹികളോടും അയോധ്യ വിട്ടുപോകരുതെന്ന് നിർദ്ദേശം നൽകിയതായി ക്ഷേത്രവൃത്തങ്ങൾ അറിയിച്ചു. ക്ഷേത്രവൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ട്രസ്റ്റ് ഉദ്യോഗസ്ഥരെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തികളെയും ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ദൈനംദിന അന്വേഷണ റിപ്പോർട്ടുകൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അന്തിമ രൂപം നൽകി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് സമർപ്പിക്കും. SIT തങ്ങളുടെ കണ്ടെത്തലുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ദിവസേന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഓരോ രേഖകളും അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ഫണ്ട് തിരിമറി അന്വേഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല SITയുടെ അന്വേഷണം. ക്ഷേത്ര ട്രസ്റ്റ് വിവിധ ഘട്ടങ്ങളിലായി ഭൂമി വാങ്ങിയതും ക്ഷേത്രത്തിനായുള്ള നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയതും ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. വിപണി വിലയേക്കാൾ കൂടുതൽ ഭൂമി ക്ഷേത്ര ട്രസ്റ്റ് വാങ്ങിയതായി ആരോപണമുണ്ട്. സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി എന്നിവയുൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. അയോധ്യ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്ന് ക്ഷേത്ര ട്രസ്റ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ജൂൺ 13 ഉത്തർപ്രദേശ് സർക്കാർ ഒരു SIT രൂപീകരിച്ചിരുന്നു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കിരൺ S, ധനകാര്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നീൽ രത്തൻ എന്നിവരാണ് SITയിൽ ഉൾപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.